നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ജോലി നഷ്ടപ്പെട്ടല്ലോ കണ്ണേട്ടാ. പിന്നെ ഇനി ഇവിടെ കൂടിയാലോ ഒന്ന് ആലോചിക്കുവോ? അതിന് കണ്ണേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പിന്നെ ഇവിടുത്തെ പണിയൊന്നും നിനക്കറിയില്ലല്ലോ. നീ കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊരു സിവിൽ എഞ്ചിനീയറല്ലേ കണ്ണേട്ടാ. എനിക്കിവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. വെറുതെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ലല്ലോ. എടാ, നിനക്ക് ജോലി പോയെങ്കിലും ശമ്പളം നഷ്ടപ്പെടില്ല. അത് ഞാൻ കൃത്യമായിട്ട് എത്തിച്ചു തന്നോളാം. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കണ്ണേട്ടാ. അല്ല, ഞാനിവിടെ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ ഇരുന്നോളാം. കണ്ണേട്ടൻ്റെ ജോലിഭാരം കുറയ്ക്കാനും ശ്രമിച്ചോളാം. ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണല്ലോ. അല്ല, കണ്ണേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നിനക്ക് നമ്മുടെ കമ്പനിയിൽ മറ്റെന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പക്ഷെ അവളുടെ സമ്മതം വേണം. അവളിപ്പോ MD ആണല്ലോ. അല്ല, കണ്ണേട്ടന്റെ സമ്മതം ചോദിക്കാതെയാണല്ലോ അവൾ എന്നെ പുറത്താക്കിയത്.